ഇനി വീട്ടമ്മമാർക്കൊക്കെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം, സംസ്ഥാനത്തെ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കുതിച്ചുയരുന്നു. മാസങ്ങളുടെ വ്യത്യാസത്തിൽ 100 രൂപയിലധികമാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത്. തേങ്ങയ്ക്കാകട്ടെ ഒറ്റ കൊല്ലത്തിനിടയിൽ വില ഇരട്ടിയായി. തേങ്ങയും വെളിച്ചെണ്ണയും ഇല്ലാതെ ഒരു മലയാളി അടുക്കള ചിന്തിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഒരു സാധാരണ കുടുംബം ഇത് രണ്ടും ഉപയോഗിക്കാൻ ഇപ്പോൾ പലതവണ ആലോചിക്കും. റോക്കറ്റിനാണോ വെളിച്ചെണ്ണയ്ക്കുള്ള വിലവർധനയ്ക്കാണോ വേഗത കൂടുതലെന്ന് ചോദിച്ചാൽ അതിനും ആലോചിച്ചേ ഉത്തരം പറയാൻ കഴിയൂ. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് ക്വിൻ്റലിന് കൂടിയത് 1500 രൂപയാണ്. അതായത് 1 ലിറ്ററിന് 15 രൂപ കൂടി. ഈ വർഷം തുടങ്ങുമ്പോൾ വെളിച്ചെണ്ണ ലിറ്ററിനുണ്ടായിരുന്നത് 240 രൂപ. 6 മാസം പിന്നിടുമ്പോൾ ഇന്നത്തെ വില 420 രൂപ. മാസം 10ഉം 15ഉം എന്ന കണക്കിനാണ് വിലവർധന തുടങ്ങിയത്. ഇപ്പോൾ പ്രതിമാസം 50 രൂപയിലധികമാണ് വർധന. കൊപ്രാക്ഷാമമാണ് വിലവർധനയ്ക്ക് കാരണം. കേരളത്തിലെങ്ങും ഇപ്പോൾ തേങ്ങ കിട്ടാനില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതോടെ പ്രതിസന്ധിയും വർദ്ധിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ മില്ല് തുടങ്ങിയിട്ട് 40 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ തേങ്ങയ്ക്ക് ഇത്രയും ഷോർട്ടേജ് വന്നിട്ടില്ല. തേങ്ങയുടെ വില ഒരു 30-35 രൂപയിൽ കൂടിയിട്ടില്ല. ആദ്യമായിട്ട് തേങ്ങയുടെ വില 70 രൂപയ്ക്ക് വരും. തേങ്ങയുടെ വില 70 രൂപയാകുമ്പോൾ കൊപ്രയുടെ വില അതനുസരിച്ച് കൂടും. മെയിൻ കാരണം തേങ്ങയുടെ ഷോർട്ടേജാണ്, വില കൂടുതലാണ്, എണ്ണയ്ക്ക് വില കൂടാൻ കാരണം. കൂടംകുളം, കാങ്കയം, പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് കൊപ്ര എത്തുന്നത്. മുൻപ് ആഴ്ചയിൽ 5 ടൺ കൊപ്ര വന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1.5 ടൺ മാത്രമാണ് വരുന്നത്. 200-ന്റെ വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. കാരണം വെച്ചാൽ 200 മുതൽ 100 രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ. അപ്പം ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് 100 രൂപയുടെ വെളിച്ചെണ്ണ ഇറക്കേണ്ടി വന്നത്. നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു വെളിച്ചെണ്ണ ഇറക്കിയിട്ടില്ല, 200 ഗ്രാമിൻ്റെയൊക്കെ വെളിച്ചെണ്ണ ഇറക്കിയിട്ടില്ല. പക്ഷേ സാധാരണക്കാരൻ്റെ വയറ്റത്ത് അടിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഞങ്ങളുടെ കച്ചവടം കുറച്ചും കൂടെ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു എണ്ണ ഇറക്കേണ്ടി വന്നത്. തേങ്ങയ്ക്കും പൊള്ളുന്ന വിലയാണ്. 70 മുതൽ 80 വരെയാണ് വില. പൊറുതിമുട്ടിയത് സാധാരണക്കാരും. വല്ലാത്ത വർധനമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ആകപ്പാടെ ഒരു നെഞ്ചത്തരിക്കുന്ന ഒരു വർധനമാകുന്നുണ്ട്. ഈ ജനങ്ങളെ ഇങ്ങനെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? 100-150 രൂപക്കായിരുന്നു വെളിച്ചെണ്ണ ഇപ്പം 400 രൂപക്കായി. എങ്ങനെ മനുഷ്യൻ വാങ്ങിക്കും? അല്ല, സാധാരണക്കാരനെ എങ്ങനെ ഇതെങ്ങനെ വാങ്ങിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. പിന്നെ ഒഴുക്കിനൊക്കെ നീന്തുക അത്ര. ഓണത്തിനോടനുബന്ധിച്ച് വില 500 കടന്നേക്കാമെന്നാണ് വിലയിരുത്തൽ. 6 മാസം കൂടി തേങ്ങയുടെയും എണ്ണയുടെയും വില മുകളിലേക്ക് തന്നെയാവും. ജനുവരി വരെയും ഈ വർധനവ് തുടരുമെന്നാണ് ഈ രംഗത്തെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് ഇനിയും താളം തെറ്റും. ക്യാമറമാൻ അഭിജിത്ത് എസിനൊപ്പം സലിം മാലിക്, 24, തിരുവനന്തപുരം. ഷോക്കിംഗ് ആയിട്ടുള്ള ഇരുട്ടടികൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുക. ആദ്യം യുദ്ധത്തിൻ്റെ മോഡലിൽ വന്നു, ഇപ്പോൾ വിലയുടെ പേരിൽ വന്നു. ഇനി പെട്രോളും ഡീസലിനും ഒക്കെ വില കൂടും.